ഇന്ത്യൻ വിപണിയിൽ ചരിത്രം കുറിച്ചൊരു തിങ്കളാഴ്ച. ലോകം കാത്തിരുന്ന ആ പ്രഖ്യാപനം വന്നിരിക്കുന്നു. ട്രംപും മോദിയും തമ്മിലുള്ള ആ ഫോൺ കോൾ വെറും ഒരു സംസാരമായിരുന്നില്ല. അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഗതി മാറ്റുന്നൊരു മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു. പ്രഖ്യാപനം ഇതാണ്: ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക ചുമത്തിയിരുന്ന ഭീമമായ ടാക്സ് 50% നിന്ന് 18% ഒറ്റയടിക്ക് കുറച്ചു. IT, ഫാർമ, ടെക്സ്റ്റൈൽസ് മേഖലകൾക്ക് ഇതൊരു ലോട്ടറിയാണ്. ഗിഫ്റ്റ് നിഫ്റ്റി 800 പോയിന്റ് കുതിച്ചുയർന്നു. രൂപയുടെ മൂല്യം വാനോളം ഉയർന്നു. പക്ഷേ ഈ ആഘോഷങ്ങൾക്കിടയിൽ ഇന്ത്യ പുറത്തുവിടാത്ത ചില രഹസ്യങ്ങളുണ്ടോ? റഷ്യയിൽ നിന്ന് ഡിസ്കൗണ്ടിൽ വാങ്ങിയിരുന്ന എണ്ണ ഇന്ത്യ ഇനി വാങ്ങില്ലെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. റഷ്യൻ എണ്ണയുടെ പേരിൽ ചുമത്തിയിരുന്ന 25% പിഴ ഒഴിവാക്കിയത് ഇതിന്റെ ഭാഗമാണോ? അമേരിക്കൻ എനർജിയിലേക്ക് ഇന്ത്യ പൂർണ്ണമായി മാറുമോ? അതോ റഷ്യയുമായുള്ള സൗഹൃദം ഇന്ത്യ രഹസ്യമായി തുടരുമോ? ഇത് വെറും ഒരു വ്യാപാരമല്ല, ഇതൊരു മിഷൻ 500 ആണ്. $500 ബില്യൺ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങുമെന്നാണ് സൂചന. ഒരു വശത്ത് യൂറോപ്യൻ യൂണിയനുമായുള്ള കരാർ, മറുവശത്ത് ട്രംപിന്റെ പുതിയ ഓഫർ. ആഗോള രാഷ്ട്രീയത്തിന്റെ പവർ സെന്ററായി ഇന്ത്യ മാറുകയാണ്. കരാറിന്റെ പൂർണ്ണരൂപം ഇനിയും പുറത്തു വരാനുണ്ട്. റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ തന്ത്രപരമായ മൗനം എന്തിനുള്ള സൂചനയാണ്? വിപണി ആവേശത്തിലാണ്. പക്ഷേ കാത്തിരുന്ന് കാണാം ഇന്ത്യയുടെ ഈ ബാലൻസിംഗ് ആക്ട് എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന്.